വെൽക്കം ബാക്ക് ടു ബ്യൂട്ടി ലോഞ്ച്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ട് ഒരു ഐബ്രോ ഫില്ലിംഗ് ടെക്നിക്കാണ് കാണാൻ പോകുന്നത്. അതായത് ഞാൻ എങ്ങനെയാണ് എൻ്റെ ബ്രൗസ് ഈസി ആയിട്ട് ഫില്ല് ചെയ്യുക എന്നുള്ളതിൻ്റെ കാര്യങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. സോ എപ്പോഴും നമ്മൾ ഇൻ ഡെപ്തായിട്ട് നമ്മൾ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യാമെന്ന് കാണും. അത് കഴിഞ്ഞിട്ടായിരിക്കും ബ്രൗസ് ചിലപ്പോൾ ഞാൻ മിക്കവാറും ഫില്ല് ചെയ്യുന്നത് കാണിക്കാറില്ല നമ്മുടെ ചാനലിൽ, ജസ്റ്റ് ഒരു ചെറുതായിട്ടായിരിക്കും കാണിക്കുക. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മേക്കപ്പ് ഒക്കെ ഒരു സൈഡിൽ നിർത്തിയിട്ട് നമ്മൾ ഇൻ ഡെപ്തായിട്ട് എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻ്റെ ബ്രൗസ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ആൻഡ് നമ്മളപ്പോൾ ബ്രൗസ് ഫില്ല് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ബ്രൗസ് നന്നായിട്ട് എന്താണ് ഗ്രൂം ചെയ്തിട്ടുണ്ടാവണം. ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ ബ്രൗസ് ഷേവ് ചെയ്തിട്ടുണ്ട്, എക്സസ് ആയിട്ടുള്ള ഹെയറൊക്കെ കളഞ്ഞിട്ടുണ്ട്. ആൻഡ് ഞാൻ എങ്ങനെയാണ് എൻ്റെ ബ്രൗസ് ഷേവ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കാട്ടി കൊടുക്കാം, നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബ്രൗസാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബ്രൗസ് ഫില്ല് ചെയ്യാനായിട്ട് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഈ ഒരു ബ്രൗ കിറ്റാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു സ്പൂലി അല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ട് നമ്മൾ പിരികം നന്നായിട്ട് മുകളിലോട്ട് ചീകി കൊടുക്കുക. എന്നിട്ട് ആ പിരികത്തിൻ്റെ എൻഡ് ഏരിയയിലാണ് ഞാൻ ആദ്യം ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ മുകളിലോട്ട് ചീകി കഴിയുമ്പോഴേക്കും ഗ്യാപ്പ് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പിരികത്തിൻ്റെ നോർമൽ ലൈനിൽ നിന്നും ഇടയിലായിട്ട് വല്ല ഗ്യാപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ മാത്രം ഞാൻ ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതോ നമ്മുടെ ഹെയർ ഏത് ഡയറക്ഷനിലാണോ നിൽക്കുന്നത് ആ ഡയറക്ഷനിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ സ്പൂലി വെച്ചിട്ട് കോംബ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ തിരിച്ചും ചെയ്യണം. നമ്മൾ പിരികം നേരെ താഴോട്ട് നമ്മൾ നേരത്തെ ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഈരി കൊടുക്കുക. അപ്പോഴും നമ്മുടെ പിരികത്തിൽ ഗ്യാപ്പുകൾ വരും. നിങ്ങൾക്ക് പിരികത്തിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ ആ ഗ്യാപ്പിൽ മാത്രമാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ വരച്ചതിൻ്റെ പാടുകളൊക്കെ കാണാൻ പറ്റുമെങ്കിൽ ഭയങ്കര ബോറായിരിക്കും. അതുകൊണ്ട് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ഫ്രണ്ടിൽ പിരികം തുടങ്ങുന്ന ഏരിയയിലും വരയ്ക്കുക. നമ്മുടെ ഹെയറിൻ്റെ ഡയറക്ഷനിൽ തന്നെ വരയ്ക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പിരികം സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷനിൽ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് എടുക്കുന്നത് വളരെ കുറച്ചെടുക്കുക. ഇപ്പം നമ്മൾ പെൻസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഭയങ്കര ലൈറ്റായിട്ട് വേണം ആ ഒരു പോർഷനിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എൻ്റെ ഒരു പിരികം ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ആൻഡ് എൻ്റെ അടുത്ത പിരികം കണ്ടോ, ഫുള്ള് ഗ്യാപ്പും വളരെ നൂല് പോലത്തെ പിരികമാണ് കേട്ടോ എനിക്കുള്ളത്. അപ്പോൾ ഞാൻ സെയിം പ്രോസസ്സ് തന്നെ അടുത്ത പിരികത്തിൽ റിപ്പീറ്റ് ചെയ്യുവാണ്. ആദ്യമേ തന്നെ എൻ്റെ പിരികം ഞാൻ നന്നായിട്ട് മുകളിലോട്ട് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഗ്യാപ്പ് കാണുന്ന ഏരിയയിലൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ആ ഒരു ഗ്യാപ്പിൽ മാത്രം ഫില്ല് ചെയ്യുന്നുള്ളൂ, അല്ലാണ്ട് ഞാൻ ഓവറായിട്ട് എങ്ങും ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും ആ ഒരു നാച്ചുറലായിട്ടുള്ള നമ്മുടെ പിരികത്തിൻ്റെ ആ ഒരു ലുക്ക് വരില്ല. നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരുമാതിരി ഇൻസ്റ്റാഗ്രാം മോഡൽ ഐബ്രോസ് പോലെ വരും. അപ്പോൾ അതിന് താല്പര്യമില്ലാത്തവർക്കാണെങ്കിലാണ് ഈ ഒരു ടെക്നിക്ക് കേട്ടോ. നമ്മളൊരു ഭയങ്കര നാച്ചുറലായിട്ടുള്ള ഒരു പിരികം പോലെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നിക്ക് ചെയ്യുന്നത്. സോ സെയിം മെത്തേഡ് തന്നെ ഞാൻ തിരിച്ച് ചീകി കഴിഞ്ഞിട്ട് മുകളിലത്തെ പോർഷനാണ് എനിക്ക് അധികം ഗ്യാപ്പ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫില്ല് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ആ സ്പൂലി വെച്ചിട്ട് തന്നെ നന്നായിട്ട് കോംബ് ചെയ്തും കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ആ പിരികത്തിൻ്റെ സ്റ്റാർട്ടിങ് ഏരിയയിലും കൂടെയാണ് ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ളത്. ആ ഹെയറിൻ്റെ സെയിം ഡയറക്ഷനിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ആ സ്പൂലി വെച്ചിട്ട് കോംബ് ചെയ്ത് കൊടുക്കുക. സെയിം പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക രണ്ട് പിരികത്തിലും. അപ്പോൾ എന്നിട്ട് നമ്മൾ നോക്കുക ഫൈനലായിട്ട് നമ്മുടെ പിരികം ഒരേ ഷേപ്പിൽ തന്നെയാണോ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം. പക്ഷേ എനിക്ക് വന്നിട്ട് രണ്ട് പിരികം രണ്ട് ഷേപ്പാണ്, അങ്ങനെയാണ് എൻ്റെ പിരികം ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പക്കാ ഒരേപോലെ ആക്കുന്നില്ല. എൻ്റെ പിരികം എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെ എവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പ് മാത്രം ഫില്ല് ചെയ്തിട്ട് നന്നായിട്ട് ഗ്രൂം ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പം നിങ്ങൾ ബ്രൗസ് ഫില്ല് ചെയ്യുന്നത് ഒരു ബ്രൗ പെൻസിൽ വെച്ചിട്ടാണെങ്കിലും ബ്രൗ ജെല്ല് വെച്ചിട്ടാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു മെത്തേഡ് തന്നെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര നാച്ചുറലായിട്ടുള്ളൊരു ലുക്ക് തന്നെ കിട്ടത്തുള്ളൂ കേട്ടോ. ഇതിൽ ആകെയോട് ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ പിരികം എഴുതി കഴിയുമ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് ബ്രഷ് ചെയ്തിട്ടുണ്ടാവണം. അതേപോലെ തന്നെ നമ്മുടെ പിരികത്തിൻ്റെ സ്റ്റാർട്ടിങ് പോർഷനിൽ നമ്മൾ ചെയ്യുമ്പോഴേക്കും വളരെ ലൈറ്റായിട്ട് അത്രയും കളർ കൊടുക്കാണ്ട് നമ്മൾ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുമാതിരി പിള്ളേരുടെ പിരികമൊക്കെ എഴുതി വെച്ചേക്കുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും. അപ്പോൾ അത് നല്ല ബോറായതുകൊണ്ട് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഭയങ്കര സൂപ്പർ ഈസി ആയിട്ടുള്ള ഒരു ബ്രൗ ഫില്ലിംഗ് ടെക്നിക്കാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും ഞാൻ പിരികം എഴുതുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന എൻ്റെ ഈ ഒരു കോലവും ആൻഡ് പിരികം എഴുതി കഴിഞ്ഞപ്പോഴുള്ള ഡിഫറൻസ് എന്താണെന്ന്. നമ്മൾ എത്ര മേക്കപ്പ് ഇട്ടാലും പിരികം എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ അതാണ് പറഞ്ഞു വന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ടിൽ ദെൻ സ്റ്റേ പോസിറ്റീവ് ആൻഡ് ബി ഹാപ്പി. ബൈ.